ഈ ഓണം ഭയങ്കര സന്തോഷകരമായ ഓണമാണ്. 2 സിനിമകൾ റിലീസ് ചെയ്യുന്നു, 2 അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അത് ശരിക്കും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് സിനിമ? എനിക്കത് മനസ്സിലായി, നിനക്ക് ട്രോളർക്കല്ലേ, നിനക്ക് എന്തെങ്കിലും ഫേസ്ബുക്കിലിട്ട് കളിക്കാനല്ലേ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോ ഇതൊരു കൊച്ചിൻ്റെ അടുത്ത് അച്ഛനാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നത്. എന്നാലും കൊച്ചു പറയല്ലോ, ചിലപ്പോൾ അച്ഛനെ നീ പറയും, കാരണം നീ അങ്ങോട്ട് വെച്ചാ. അല്ല, ഞാൻ കാര്യം അച്ഛൻ പറയാൻ ഞാൻ അമ്മ പറയും. അതെ, ഞാൻ പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് അമ്മേനാണ് ഇഷ്ടം. 2 കണ്ണുകൾ പോലെ എനിക്ക് 2ഉം ഒരേപോലെ ഇഷ്ടമുള്ള. എനിക്ക് ഞാൻ എൻ്റെ പടം ഞാൻ അഭിനയിച്ച് എൻ്റെ കൂടെ പകർന്നു. വേറെ ഓപ്ഷൻ അല്ല, അവൻ പറഞ്ഞു അവസരത്തിനൊത്ത് മാറ്റെന്ന് പറഞ്ഞായിരുന്നു. അല്ല, നിനക്ക് ഏറ്റവും ഇഷ്ട സിനിമ ഏതാ? നിനക്കിപ്പോ ആമയിലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ദൂരത്തിലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? പക്ഷെ നിനക്ക് ആദ്യം മലയാള സിനിമയിൽ നിന്റേതായിട്ടുള്ള ഒരു സ്ഥാനം ചേർത്ത് തന്ന പേര് ആമയനല്ല. അത് പറഞ്ഞിട്ട് തള്ളി പറയാൻ പറ്റില്ല. എന്താ ഇപ്പോഴും നിന്നെ എവിടെ ആമയിലോ കൊച്ചു പറഞ്ഞ തള്ളി പറഞ്ഞ മോശമായി. ഞാൻ തള്ളി പറഞ്ഞല്ല, എൻ്റെ അടുത്ത് മനുഷ്യേട്ടൻ പറഞ്ഞു എന്ത് ചോദിച്ചാലും ദൂരം ദൂരം എന്ന് പറയുന്നു. അതുകൊണ്ട് പറയുന്നതാ, എനിക്കറിയാം ഞാൻ പറയുന്നോണെയാന്ന്, പക്ഷെ എന്നാലും പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ നിന്നത് ചോദിക്കുന്നില്ല. ഇറങ്ങിയില്ല ഏറ്റവും നല്ല പടം ഏതാന്ന് എനിക്കറിയാം. എല്ലാ പടം നല്ലതായിരുന്നു കേട്ടോ, നന്നായിട്ടാണ് ചെയ്തത്. കസബ സത്യം പറഞ്ഞ കസബ കാണുന്നവരെ എനിക്കറിയില്ലായിരുന്നു നീ ആ പടത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് കസബ റിലീസ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം കുറേ നാൾ പടങ്ങൾ ചെയ്യാണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു പടത്തിൽ ഇവനെ കണ്ടപ്പോൾ അത് ഇവന്റെ വലിയ ഡ്രീമായിട്ട്, കാരണം ഇവനെ ഞങ്ങൾ കൂട്ടത്തിൽ പാസിംഗ് തന്നെ എനിക്ക് ഒരു പക്ഷേ അത്രയും ലൈഫ് വരുന്ന സിനിമയായിരിക്കും. അതുകൊണ്ട് കിട്ടിയപ്പോ ഏറ്റവും കസബയില് ഡയറക്ടർ വേറെ കുറച്ചു നേരം വേറെ ആൾ ഡയറക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടല്ലോ. കസബയില് കുറച്ചു നേരം വേറെ ഒരാൾ ഡയറക്ട് ചെയ്യുന്ന ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മൂത്താപ്പ വരുന്നവരെ, മൂത്താപ്പ ലൊക്കേഷനിൽ ജോയിൻ ചെയ്യുന്നവരെ, മൂത്താപ്പ വന്നിട്ടാണ് എനിക്കൊരു ഫുൾ ലെങ്ത് സീനുള്ളത്. കോളേജിൽ വന്നിട്ട് എന്നെ തള്ളിയിട്ട് പിടിച്ചോണ്ട് പോകുന്ന സീനാണ്. അപ്പോൾ എന്നെ ഭയങ്കര കൂളാക്കാൻ വേണ്ടിയിട്ട് നിതിൻ എൻ്റെ ഒരു സീൻ തലേദിവസം ഷൂട്ട് ചെയ്തു. അപ്പോൾ മൂത്താപ്പ വരുന്നതിന് മുമ്പ് ഈ സീനിൻ്റെ ബാക്കി മുമ്പിലോട്ടുള്ള പോർഷൻസ് എടുത്ത് തീർക്കാനെന്നുള്ളത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുവരെ ഭയങ്കര കൂളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത്ര നേരം സ്റ്റാർട്ട് ആക്ഷൻ കട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നിതിനാണ്. പെട്ടെന്ന് സൗണ്ട് മാറി. സൗണ്ട് മാറിയിട്ട് ഞങ്ങൾക്ക് മൂത്താപ്പയുടെ സൗണ്ടിലാണ് ആക്ഷൻ. അങ്ങനെ കംപ്ലീറ്റ് അറിയാലോ, അവസ്ഥ ഒന്ന് മനസ്സിലാക്കാമല്ലോ. കാരണം മോണിറ്ററിൻ്റെ മുമ്പിൽ മെഗാസ്റ്റാറിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും. പക്ഷെ എനിക്കത് അറിയില്ല, വേറെ ആർക്കെങ്കിലും ഈ ഭാഗ്യം കിട്ടണമെന്നറിയില്ല. അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് വന്ന എൻ്റെ ആ സീനിൽ ഞാൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞ് അന്ന് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ച്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, എനിക്ക് കസബയിൽ എന്തെങ്കിലും നല്ല റിവ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിതിൻ്റെ പേരിലും മൂത്താപ്പയുടെ പേരിലും ഉള്ള അവരുടെ സപ്പോർട്ട് തന്നെയാണ്. അത് എന്നെക്കൊണ്ട് അത്രയും എഫേർട്ട്, എനിക്ക് അത്രയും പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഇങ്ങനെ ചെയ്യണം. മൂത്താപ്പ പോലും സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആർക്ക് കിട്ടണമെന്ന് എനിക്കറിയില്ല. പക്ഷേ കസബ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് തന്നൊരു സിനിമയാണ്. സൂപ്പർ. ഈ ഓണം എന്നെ സംബന്ധിച്ചിടത്തോളം, നിന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം നിന്റെ 2 സിനിമകൾ സംബന്ധിച്ചിടത്തോളം അല്ലേ, നിനക്കിപ്പോൾ 2 സിനിമയായി. എനിക്കിപ്പോൾ കസബ പോലത്തെ ഒരു വലിയ സിനിമ, ഒപ്പം അതിൻ്റെ ഒപ്പം ഇറങ്ങി ദൂരം, ശേഷം ഇറങ്ങി ദൂരം. അത്യാവശ്യം നമുക്ക് നല്ല അഭിപ്രായങ്ങളൊക്കെ നേടിത്തന്ന് മുന്നേറുന്നു. ആദ്യമായിട്ട് നീളത്തില് ഫുൾ ആദ്യം തൊട്ട് അവസാനം വരെ ആൾക്കാരെ ഭൂഷിപ്പിക്കാനൊരു അല്ലേ അല്ല നല്ലൊരു ക്യാരക്ടറായിരുന്നു ഷഹനാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഈ സന്തോഷത്തിൽ ആരാ പാട്ട് പാടാൻ പോകണം? ഞാൻ പാടും. നീ നന്നായിട്ട് പാടുമല്ലോ. നീ മറ്റേ പ്രമദവനും ഹരിമുരളിയുടെ ഒക്കെ ശ്വാസം വിടാതെ പാടണം. ഭയങ്കര സൗണ്ട് ശരിയല്ല. നീ പഠിക്കും. ഓണപ്പാട്ടാണ്. ഓണമാണ്. കേട്ട് കഴിയുമ്പോ വീട്ടിൽ ചെല്ലുമ്പോ കിട്ടിയോളൂ. പുറത്തോട്ടിറങ്ങുമ്പോ അവർ തന്നോളൂ ഓണത്തന്നെ. പാട്.
എനിക്കറിയില്ല. അല്ല പക്ഷെ നീ നന്നായിട്ട് പാടുമല്ലോ നീ സ്റ്റേജിലൊക്കെ പാടി പാടിക്കോ, ഞങ്ങൾ പിന്നെ ഏത് പാട്ടാണ് പാടുന്നത്? ഇത് ഓണപ്പാട്ട് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. എന്നിട്ട് ആലായാൽ തറ വേണം അതൊരു പാട്ടില്ലേ? അത് എനിക്ക് അറിഞ്ഞൂടാ ആ പാട്ട്. അത് അതിന്റെ ലിറിക്സ് അറിയില്ല. പിന്നെ ഏത് പാട്ട് അറിയാം? നീ പറ, പാട്. നീ പാടിക്കൊടുക്കാൻ അവൻ കൂടെ പാടും, ആ ഞാൻ മ്യൂസിക് ഇടും. ഞാൻ മ്യൂസിക് ഇടാം. അല്ല എനിക്ക് എന്താ പറയുക, ഞാൻ ഓണപ്പാട്ട് പാടി കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർ പെരുന്നാളാന്ന് വിചാരിക്കും. അങ്ങനത്തെ പ്രശ്നം. പെരുന്നാളാ ബാങ്ക് വിളിക്കാനല്ല പറഞ്ഞു. പകരായി പോകും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ടില്ലാണ്ടാ ശ്രമിക്കാം. അതെ, പാട്ടില്ലാണ്ട് വെറുതെ എന്തിനാ നമ്മൾ ഇത്ര നന്നായിട്ട് പോയ പ്രോഗ്രാം ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും പാടിയതുകൊണ്ട് മാത്രം. ഓണമല്ലേ, ഒരു ആർക്ക് വിളിച്ച് നിർത്താം അല്ലേ? ആരാ അതും അറിയാൻ പാടില്ല. ഇത് എന്തെങ്കിലും ആട്ടെ, എല്ലാവർക്കും ഓണാശംസകൾ. ഓണാശംസകൾ.